ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൽ ശ്രമിച്ച ഒരാൾ വിജയ് ആണെന്നുള്ളതാണ്. അണ്ണാമലയുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ആ വാക്കുകൾ അവസാന നിമിഷം ചിലയിടങ്ങളിലൊക്കെ ഉപയോഗിച്ചെന്നുള്ളതല്ലാതെ ആദ്യം മുതൽ അത് ഉപയോഗിക്കുന്നതിൽ എടപ്പാടിക്ക് വലിയ ഭയമായിരുന്നു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അപാരമായ ശക്തി അത് അവരുദ്ദേശിക്കുന്നിടത്ത് ഉദ്ദേശിക്കുന്ന കാര്യം കൊണ്ടെത്തിക്കുന്ന ഒരു അത്ഭുത ശക്തി നമ്മൾ വീണ്ടും കാണുകയാണ്. വനിതകളുടെ വോട്ട് എങ്ങനെ പിടിക്കണം, അവരുടെ മനസ്സ് എങ്ങനെ പിടിക്കണം എന്നുള്ളത് അറിയാൻ നരേന്ദ്രമോദിയെ കഴിഞ്ഞൊരു മിടുക്കൻ വേറെ ഇല്ല എന്നുള്ളതാണ് ഈ ഇലക്ഷൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്ത തിരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ബംഗാളിലാകട്ടെ, തമിഴ്നാട്ടിലാകട്ടെ, കേരളത്തിലാകട്ടെ. തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന, രാഷ്ട്രീയ നിരീക്ഷകരെ ആകെ ആശ്ചര്യപ്പെടുത്തിയ ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. വിജയുടെ TVK 108 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുകയാണ്. പക്ഷേ കേവല ഭൂരിപക്ഷത്തിൽ നിന്നും 10 സീറ്റ് അകലെ എത്തി നിൽക്കുകയാണ് അവരുടെ പോരാട്ടം. എന്നാൽ ഈ നേട്ടം അഭിമാനകരമാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. കാരണം രൂപീകരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയേറെ നേട്ടം കൈവരിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഉജ്ജ്വലം തന്നെയാണ്. മറുവശത്തേക്ക് നോക്കുമ്പോൾ, ബംഗാളിലേക്ക് നോക്കുമ്പോൾ, അവിടെ 2011 മുതൽ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് മമതാ ബാനർജിയെ തോൽവിയിലേക്ക് എടുത്തെറിഞ്ഞുകൊണ്ട് താമര വിരിയിച്ചിരിക്കുകയാണ് BJP. ഉജ്ജ്വലം എന്ന് പറയാവുന്ന നേട്ടം, 200 സീറ്റുകൾ നേടിയാണവർ അവിടെ അധികാരത്തിലേക്ക് ഏറിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 87 സീറ്റിൽ നേട്ടമൊതുക്കേണ്ടി വരുന്നു. CPMന് അഭിമാനിക്കാം, 1 സീറ്റ് നേടിയിരിക്കുന്നു അവർ ഏറെ നാളുകൾക്ക് ശേഷം. കോൺഗ്രസിന് 2 സീറ്റ് ലഭിച്ചു. പരിശോധിക്കാം നമുക്ക് ഈ തിരഞ്ഞെടുപ്പുകൾ, അവിടെ നേടിയ വിജയങ്ങൾ, അതിൻ്റെ പിന്നിലെ അടിയൊഴുക്കുകൾ. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ വിജയ് ഏവരെയും വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തൊക്കെ ഘടകങ്ങളായിരിക്കും അദ്ദേഹത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടാവുക? ഒന്നാമത്തെ ഘടകം, ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൽ ശ്രമിച്ച ഒരാൾ വിജയ് ആണെന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ കേരളത്തിലെ പോലെ തന്നെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരം ADMK-യുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് വേണ്ട വിധത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാന കാരണം അണ്ണാമലയെ അവിടെ നിന്ന് മാറ്റി നിർത്തിയതാണ്. അണ്ണാമലയുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ആ വാക്കുകൾ അവസാന നിമിഷം ചിലയിടങ്ങളിലൊക്കെ ഉപയോഗിച്ചെന്നുള്ളതല്ലാതെ ആദ്യം മുതൽ അത് ഉപയോഗിക്കുന്നതിൽ എടപ്പാടിക്ക് വലിയ ഭയമായിരുന്നു. തന്നേക്കാൾ വലിയൊരു നേതാവായിട്ട് DMK വരുമോ എന്നുള്ളതായിരുന്നു ഭയം. എടപ്പാടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അണ്ണാമലയെ മാറ്റി നിർത്തിയത് തെറ്റായ തീരുമാനമായി, വലിയ തെറ്റായ തീരുമാനം പോയി. എടപ്പാടി പറയേണ്ടത്, ഞാൻ മുഖ്യമന്ത്രി, എൻ്റെ കൂടെ നയിക്കുന്ന ഈ സിംഗം അണ്ണാമലൈ ആഭ്യന്തരമന്ത്രി, ഞങ്ങൾ തമിഴ്നാടിന് ഉജ്ജ്വലമായൊരു ഒരു ഭരണം നടത്തും. ആ ഭരണം കേന്ദ്രവുമായി ചേർന്ന് ഡബിൾ എഞ്ചിനായി തമിഴ്നാടിൻ്റെ വികസനത്തിന് കൊണ്ടുവരും എന്നൊരു മെസ്സേജ് കൊടുക്കാൻ ഈ NDA മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയുടെ സീറ്റുകൾ എണ്ണം കുറേ കൂടെ കുറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ വിജയ്ക്ക് ചിലപ്പോൾ NDAയുമായിട്ടും കൂട്ടുചേരേണ്ടി വന്നേനെ. ഇപ്പോഴും ആ പ്രതിസന്ധിയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ആ ഒരു പ്രതിസന്ധിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വിജയ് മുഖ്യമന്ത്രിയാകുമോ? കാരണം 10 സീറ്റ് കുറവുണ്ട് കേവല ഭൂരിപക്ഷം. അല്ല, ഇനി മുഖ്യമന്ത്രിയുടെ കുറഞ്ഞൊരു സാധനവും വിജയ് എടുക്കില്ല. ഓക്കെ, ഏത് സ്ഥലത്ത് നിന്നുള്ള പിന്തുണയായിരിക്കും ലഭിക്കാൻ സാധ്യത? തന്നെ കോൺഗ്രസ് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസിന് 4 സീറ്റോ മറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 112 ആയതുകൊണ്ട് പോരാ. അപ്പോൾ ഇനിയും ഘടകകക്ഷികൾ ആരെങ്കിലുമൊക്കെ വന്നു ചേരണം. അത് DMK വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പല ഘടകകക്ഷികൾക്കും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിച്ചോണം, DMK-യുടെ ചിഹ്നത്തിൽ വേണം മത്സരിക്കാൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആൻറ്റി ഡിഫെക്ഷൻ ഇവർക്ക് ഫലവത്താക്കണം. അങ്ങനെ മറുകണ്ഠം ചാടുന്നവരെ തടുക്കാനാണ് സ്റ്റാലിൻ ആ ഒരു ബുദ്ധി പ്രയോഗിച്ചത്. പക്ഷേ കോൺഗ്രസിനും CPMനും CPIക്കും ആ ചട്ടം ബാധകമല്ല. കാരണം അവരുടെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അതെ, ഇവിടെ വേറൊരു കാര്യം മറന്നുകൂടാ, സ്റ്റാലിനും മകനും ഒക്കെ തന്നെ തോറ്റു. അതെ, അത് കേരളത്തിൽ ഒഴിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലും മുഖ്യമന്ത്രിമാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യം പറഞ്ഞു, പിന്നെ കയറി ഇരുന്നോ മക്കളെ എന്നും കൂടെ പറഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിൽ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെ മുഖ്യമന്ത്രിമാർ കടക്ക് പുറത്ത് എന്ന് ആയി. ഓക്കെ,
അല്ല ഇതിപ്പോൾ വിജയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിജയ് നേടിയത് വിസ്മയകരമായ വിജയം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനു മുൻപ് നേടിയിട്ടുള്ള വിജയങ്ങളൊക്കെ തന്നെ MGR സിനിമാ രംഗത്ത് നിന്ന് വന്ന് നേടിയ വിജയം, പക്ഷേ അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നില്ല. DMK-ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് രാഷ്ട്രീയ പരിചയം നേടി. അദ്ദേഹം അതിനുശേഷം AIDMK രൂപീകരിക്കുമ്പോൾ ഒപ്പവും ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ വെന്നിക്കൊടി പാറിച്ചത്. ജയലളിതയാണെങ്കിൽ പോലും MGR-ൻ്റെ തണലിൽ വളർന്നു. പരിചയസമ്പന്നരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ മാർഗനിർദ്ദേശമുണ്ടായിരുന്നു. കുറേയേറെ മറ്റുള്ളവർക്കൊപ്പം നിന്ന് പൊരുതിയതിന് ശേഷമാണ് ഒറ്റയ്ക്ക് അംഗം വെട്ടാനിറങ്ങിയത്. പക്ഷേ വിജയ് യാതൊരു പരിചയവുമില്ലാതെ വരുന്നു. പക്ഷേ ആൾക്കൂട്ടം ഒപ്പം കൂടുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചു ഈ ആൾക്കൂട്ടമെല്ലാം വോട്ടായി മാറുമോ എന്ന്. പക്ഷേ അത് വോട്ടായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ പരിചയമില്ലായ്മയെ എങ്ങനെ അദ്ദേഹം അതിജീവിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ വോട്ടായി മാറിയതിൽ തന്നെ എനിക്ക് വലിയ സംശയമുണ്ട്. ഒരു വലിയ സംഘം ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉണ്ട്. അത് അദൃശ്യ കരങ്ങളാണ് എന്നുള്ളതാണ്. ആ അദൃശ്യ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ക്രൗഡ് പുള്ളിങ്ങിനുള്ള കഴിവിനെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞത്. അതിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം എന്നോട് പലരും പറഞ്ഞു ഇദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും ബൂത്ത് ഏജൻറ്റ് പോലും ഇല്ല, എങ്ങനെയാണ് ഇദ്ദേഹം വോട്ട് പിടിക്കുക. ജൻസികളുടെ കുറേ പിന്തുണയുണ്ട്, സ്ത്രീകളുടെ നല്ലൊരു പിന്തുണയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിനെ ഒന്ന് മൊബിലൈസ് ചെയ്തെടുക്കുന്നതിന് താഴെത്തട്ടിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വിജയം നേടാൻ പറ്റില്ല. ഇത് ലോകത്തൊരിടത്തും ഇങ്ങനെ കൈ കാണിച്ച് ആർക്കും വോട്ട് മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ജനാധിപത്യമാണ്, ഇലക്ഷനാണ്. എതിർ പാർട്ടികൾ അതുപോലെ ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു വന്ന് കൈ കാണിക്കുന്നത് പോലെ കൈ കാണിച്ചാൽ എല്ലാ വോട്ടും ഇങ്ങ് വരണമെന്നില്ല, വരികയുമില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഏതോ അദൃശ്യ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കരങ്ങളാണ് വിജയെ വിജയിപ്പിച്ചത്. പൊളിറ്റിക്കൽ മൈൻഡ്സ് ഒത്തുചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞു, കരുക്കൾ നീക്കി എന്നാണ് പറയുന്നത്. നീക്കി അതിനകത്ത് കമ്മ്യൂണൽ എലിമെന്റ്സ് വരെ വളരെ ശക്തമായിട്ട് ഉണ്ട്. അതാണ് ആ വിജയത്തിന് കാരണമായിരിക്കും. പ്ലസ് അദ്ദേഹത്തിൻ്റെ കരിസ്മ, പ്ലസ് അദ്ദേഹം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്, അഴിമതിക്കെതിരെ ശക്തമായി നിന്നു. ഭരണവിരുദ്ധ വികാരം ഏറ്റവും നന്നായി ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഏറ്റവും സിമ്പിളായത് പറയുകയും ചെയ്തു. നിങ്ങൾ സർക്കാർ ഓഫീസിൽ പോയാൽ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കണം, അവസാനം നിങ്ങൾ കൊണ്ട് പൈസ കൊടുക്കും, ആ പൈസ ഉദ്യോഗസ്ഥനല്ല കിട്ടുന്നത്, അതിൻ്റെ ഒരു ഷെയർ അദ്ദേഹത്തിനേ ഉള്ളൂ, ബാക്കിയെല്ലാം സ്റ്റാലിൻ സാറിന് പോകും എന്ന് സിമ്പിളായിട്ട് ആ അരിത്തമെറ്റിക്സ് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ. പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്, വിദ്യാഭ്യാസമ്പന്നരല്ലാത്ത ഒത്തിരി പേരൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ അത് കറക്റ്റായിട്ട് മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അവകാശ പത്രങ്ങൾ പലതും, സർട്ടിഫിക്കറ്റുകൾ പലതും സെക്രട്ടേറിയറ്റിലും അല്ലെങ്കിൽ മറ്റു ഓഫീസിലും കയറി ഇറങ്ങാതെ എത്തിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്യും. ഇതൊക്കെ ജൻസികൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ തരാത്ത ഉദ്യോഗസ്ഥനെ ഞാൻ ശിക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരും. ഇത്ര ദിവസത്തിനകം ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇത്ര ദിവസത്തിനകം ഇന്ന ലൈസൻസ് കൊടുക്കണം. അത് ചെയ്യാത്തവർക്ക് ആ ഉദ്യോഗസ്ഥർക്ക് ശിക്ഷണ നടപടി സ്വീകരിക്കുന്ന നിയമങ്ങൾ വരെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നല്ല മെസ്സേജുകളാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഭയങ്കര ശക്തമായി നിൽക്കുന്നു. അത് മാറ്റാൻ എന്തൊക്കെയോ ചെയ്യാൻ ഇയാൾ തയ്യാറായിരിക്കുന്നു. പിന്നെ വേറൊന്നും കൂടെ പറഞ്ഞു, എനിക്ക് പണം വേണ്ട. അത് പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ എനിക്ക് പണം വേണ്ട, എനിക്ക് പണത്തിന് ആവശ്യമില്ല, പണം എനിക്ക് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിലിരുന്ന് കക്കാൻ പോണില്ല എന്നുള്ളതും ജനങ്ങളോട് അദ്ദേഹം ബോധ്യപ്പെടുത്തി. അതെ, തീർച്ചയായിരിക്കും അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു. അത് അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത 12 മണിക്കൂർ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും. ഇനി നടക്കുന്ന ചർച്ചകളും പിന്നെ AIDMK-യും BJP-യും ഒരു റോൾ എടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ TVK BJP-യുമായി സഖ്യം കൂടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വിജയ്ക്ക് സഖ്യം കൂടുന്നതിന് വലിയ എതിർപ്പുണ്ടാകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ പിന്നിലുള്ള ശക്തികൾക്ക് വിജയ് അങ്ങനെ പോകരുത് എന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരൊരു പക്ഷേ DMK-യെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമായിരിക്കും. അതായാലും കുഴപ്പമൊന്നുമില്ല. കാരണം DMK-യെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AIDMK BJP മുന്നണി ശക്തമായിട്ട് അവിടെ വളരും. ഇനി എടപ്പാളിയോട് പറയാനും പറ്റും, ഇപ്പോൾ കണ്ട അണ്ണാമല ഇല്ലാത്തതിൻ്റെ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, അതുകൊണ്ട് അണ്ണാമലയെ മുമ്പിൽ നിർത്തി അണ്ണ എന്ന് വിളിച്ച് പളനിസ്വാമി പുറകെ നിൽക്കാൻ പറയേണ്ട സാഹചര്യം വരും. എന്തായാലും അപ്പോൾ AIDMK-യുടെ പിന്തുണ ചിലപ്പോൾ വിജയ്ക്ക് ലഭിച്ചേക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസും മറ്റ് ചെറിയ കക്ഷികളും സ്വതന്ത്രരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പിന്തുണ, AIDMK-യുടെ പിന്തുണ അങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എടപ്പാടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അവിടെ ഏതെങ്കിലും ഒരു മന്ത്രിയായിട്ടോ ഉപമുഖ്യമന്ത്രിയായിട്ടോ ഇരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടെ കാണുകയുള്ളൂ. കാരണം TVK ഒരു കക്ഷിയായിട്ട് നിൽക്കുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്ത് നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു മുഖ്യമന്ത്രിയാകാമെന്ന്
ചിന്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വത അദ്ദേഹത്തിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ താൽക്കാലിക ലക്ഷ്യം വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ പോവോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും അതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. ബംഗാളിലേക്ക് പോകാം. ബംഗാളിൽ വളരെ വലിയ ഒരു ചരിത്ര വിജയമാണ് ബി ജെ പി നേടിയിരിക്കുന്നത്. 200 സീറ്റ് നേടുക, 294 അംഗം നിയമസഭയിൽ 200 അംഗങ്ങളുമായി എത്തുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്വപ്നത്തിനും അപ്പുറം നിൽക്കുന്നൊരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അപാരമായ ശക്തി, അത് അവരുദ്ദേശിക്കുന്നിടത്ത് ഉദ്ദേശിക്കുന്ന കാര്യം കൊണ്ടെത്തിക്കുന്ന ഒരു അത്ഭുത ശക്തി നമ്മൾ വീണ്ടും കാണുകയാണ്. ബീഹാറിൽ നിന്നും ബംഗാളിലേക്കും വെന്നിക്കൊടി പാറിക്കാൻ ഞങ്ങൾ എത്തുമെന്ന് അവർ അന്ന് പറഞ്ഞിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെല്ലുന്നിടത്തൊക്കെ ചെന്നു, കണ്ടു, കീഴടക്കി എന്ന് പറയുന്ന ഒരു സമീപനം. അതത്ര നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ അത് സാധ്യമാക്കുക വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ബംഗാളിൽ. നമ്മൾ പറഞ്ഞിരുന്നു ഈ SIR-ൻ്റെ ഫലമായി ഒട്ടേറെ വോട്ടുകൾ നഷ്ടമായി. അത് മറുവശം പറയുന്നത് പോലെ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല, ഹിന്ദു വോട്ടുകളും വലിയ രീതിയിൽ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ രണ്ട് പക്ഷത്തിനും നഷ്ടമുണ്ടാകും. അങ്ങനെയെങ്കിൽ എങ്ങനെ പയറ്റിക്കയറും BJP എന്നാണ് ചോദിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു 32 ലക്ഷത്തോളമുള്ള ആ SIR-ൽ വെട്ടിമാറ്റിയതിനെ 36 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ള മമതയുടെ പദ്ധതിയെല്ലാം പൊളിഞ്ഞുപോയി. അതെല്ലാം കൂടെ ഇപ്പോൾ BJP ഏറ്റെടുത്തിട്ടുണ്ട്. ആ അന്യസംസ്ഥാന തൊഴിലാളികളെ പലരെയും അവർ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റിയിട്ടുണ്ടെന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. ആ വിധത്തിലൊക്കെ തറപറ്റിച്ചു എന്ന് മാത്രമല്ല, മമതയെ അവിടെ തറപറ്റിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. ഓക്കെ, അത്തരത്തിൽ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. എന്തായാലും മമതയുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിയിരിക്കുകയാണ്. മമതയ്ക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നീക്കാൻ സാധിച്ചില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇലക്ഷൻ നടത്തിപ്പതിന് തന്നെ ശക്തമായ കേന്ദ്രസേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പലപ്പോഴും ഈ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ആ ടെക്നിക്ക് ഇപ്രാവശ്യം നടന്നില്ലെന്ന് തോന്നുന്നു. അല്ല, അത് മമത ബംഗാളിൽ അവർ ആദ്യം മര്യാദയ്ക്കൊക്കെ ഭരണം പിടിക്കാൻ നോക്കി. അപ്പോൾ അത് CPM-ൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഭരണം കിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ CPM-നോട് പ്രയോഗിച്ച് വിജയിച്ച തന്ത്രമാണ് വയലൻസ്. വയലൻസ് കാട്ടി ഒതുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് BJP-യുടെ അടുത്ത് വന്നപ്പോൾ പൊളിഞ്ഞുപോയി. BJP-യുടെ മുമ്പാകെ ആ തന്ത്രം ഫലിച്ചില്ല. കാരണം അവർ കേന്ദ്രസേനയെ കൊണ്ടുവന്ന് അതിനെ ചെറുക്കാൻ സാധിച്ചു. പിന്നെ മറ്റൊന്നുകൂടെ പറ്റി, മമത ഇങ്ങനെ വയലൻസിലേക്ക് കൂടുതൽ പോയപ്പോൾ സ്ത്രീകൾ അവരുടെ വോട്ട് ശക്തിയായിരുന്ന പലരും മാറി ചിന്തിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ. മമതയുടെ കരുത്തായിരുന്നത് മഹിളകളാണ്, ഒപ്പം തന്നെ മുസ്ലിങ്ങളാണ്, ഒപ്പം തന്നെ മമത ബ്രാൻഡുമാണ്. അപ്പോൾ ഈ സ്ത്രീ വോട്ടർമാർ ഒട്ടേറെ മാറിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കെതിരെ അവിടെ നടന്ന അക്രമ സംഭവങ്ങൾ മമതയ്ക്ക് വലിയ തിരിച്ചടിയായി എന്ന് തോന്നുന്നു. അതെ, ഇത്തവണ അത് തിരിഞ്ഞു വന്നു. പിന്നെ മോദി മഹിളാ ശക്തികൾ അവിടെ ഒന്നിച്ച ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു BJP-ക്ക് ആ വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശക്തമായി അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചെന്ന് തോന്നുന്നു, അല്ലേ? വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ. അതൊക്കെയാണ് അവരുടെ തന്ത്രങ്ങൾ. കാരണം ഈ വനിതകളുടെ വോട്ട് എങ്ങനെ പിടിക്കണം, അവരുടെ മനസ്സ് എങ്ങനെ പിടിക്കണം എന്നുള്ളത് അറിയാൻ നരേന്ദ്രമോദിയെ കഴിഞ്ഞൊരു മിടുക്കൻ വേറെ ഇല്ല എന്നുള്ളതാണ് ഈ ഇലക്ഷൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. ബീഹാറിൽ നമ്മളത് കണ്ടു, ഇവിടെ അതൊന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. ഈ തന്ത്രങ്ങൾ അദ്ദേഹത്തിന് ഭംഗിയായി മനസ്സിലായിട്ടുണ്ട്. അത് ബംഗാളിൻ്റെ അടിത്തട്ടിൽ വരെ പ്രയോഗിക്കാൻ കഴിഞ്ഞു. 148 സീറ്റ് കിട്ടുമെന്ന് തന്നെ സംശയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 200ഓളം സീറ്റുകളുമായിട്ട് ഇപ്പോൾ BJP അവിടെ ഒന്നാമതെത്തിയിരിക്കുന്നത്. അതെ, ഇത് നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബംഗാൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടേനെ. ഇനിയും പല ബംഗ്ലാദേശുകാരെയും ബംഗാളിലേക്ക് നുഴഞ്ഞു കയറാൻ മമത സമ്മതിക്കുകയും മമതയുടെ ഭരണം ഇത് ബംഗ്ലാദേശാക്കി മാറ്റുന്നതിനേക്ക് വരെ ഉപകരിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് പോയത്. അത്തരത്തിൽ ദേശീയ രാജ്യസുരക്ഷയുടെ ഒരു വിഷയവും അവിടെ ഉണ്ട്. രാജ്യസുരക്ഷയുടെ വിഷയം വലുതായിട്ടുണ്ട്. അത് ഭംഗിയായി അവതരിപ്പിക്കാൻ BJP-ക്ക് ഈ ഇലക്ഷനിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. ഇതിന് വേറൊരു വശം കൂടിയില്ലേ സർ? കാരണം മമതാ ബാനർജിക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു. ഈ വിജയത്തിന് ശേഷം മെല്ലെ അനന്തരവനെ അധികാരമേൽപ്പിച്ചതിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്ന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, അതുകൊണ്ടാണ് അവരതിൻ്റെ ഫ്യൂസ് ഊരിയത്. ആദ്യം കെജ്രിവാളിൻ്റെ ഫ്യൂസ് ഊരി, അത് കഴിഞ്ഞിട്ട് മമതയുടെ ഫ്യൂസ് ഊരി, ഇപ്പോൾ സ്റ്റാലിൻ്റെ ഫ്യൂസ് ഊരി, പിന്നെ പിണറായി ഇപ്പം നിശബ്ദനാക്കുന്ന വിധത്തിലേക്ക് വന്നിരിക്കുന്നു. ഏതായാലും BJP ശരിയായ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു, തന്ത്രങ്ങൾ മെനയുന്നു, അത് നടപ്പിലാക്കുന്നു. അതാണിപ്പോൾ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും.
ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അവിടെ വളരുന്നു. ഒപ്പം നിൽക്കുന്ന കക്ഷിയേക്കാൾ വളർന്ന് അധികാരം സ്വന്തമായി പിടിച്ചെടുക്കുന്നു. ഈ ഒരു തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കം ബംഗാളിൽ കൂടി ആവർത്തിച്ചതോടെ ആ ഒരു ബെൽറ്റ് ഇനി കൂടുതൽ വ്യാപകമാവും തോന്നുന്നു. എനിക്കൊന്ന് അസമാണെങ്കിലും ഒഡീഷയാണെങ്കിലും ഒക്കെ തന്നെ BJPയുടെ കൈകളിലാണ്. ഏതാണ്ട് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ, ഇനി ജാർഖണ്ഡ് കൂടെ ഉള്ളൂ. ജാർഖണ്ഡിൽ ഒട്ടും വിഷമമില്ലാത്ത കാര്യമാണ് അത്. ഇപ്പം തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച വേണമെങ്കിൽ BJPയോട് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു വിധത്തിലായിട്ടുണ്ട്. കാരണം ബംഗാളിൽ ബീഹാറിൽ അവർ പിണങ്ങിയതോടുകൂടി, അലുവുമായിട്ട് പിണങ്ങിയതോടുകൂടി അന്ന് മുതലേ BJPയുമായിട്ട് ചേരാൻ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ഇനി അത് ഈസി ആയിട്ട് സാധിക്കും. അവിടെയും അവരുമായി സഖ്യം അടുത്ത തവണ ജാർഖണ്ഡും അത് അത്തരത്തിൽ പോവും. ഒരു പക്ഷേ ഏതാണ്ട് നോർത്ത് ഇന്ത്യ മുഴുവൻ ആ ഒരു കാവ്യയിലേക്ക് പരക്കാനും സൗത്ത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അവർ പ്രവേശിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ പ്രശ്നം സൗത്ത് ഇന്ത്യ ആയിരുന്നു. ആദ്യം ബംഗാളായിരുന്നു, ബീഹാറായിരുന്നു, കിഴക്കൻ സംസ്ഥാനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിരിക്കുന്നു. കിഴക്കൻ മേഖല പൂർണ്ണമായും അവർ കീഴടക്കി കഴിഞ്ഞു. ഇനി അവരുടെ നീക്കം തെക്കാണ്. തെക്ക് ആദ്യത്തെ കരു നടത്തി കഴിഞ്ഞു. സ്റ്റാലിനായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. സ്റ്റാലിനെ അങ്ങനെ ശരശയ്യയിൽ കിടത്തിയിരിക്കുകയാണ്. ഇനി ആ ശരശയ്യയിൽ നിന്ന് എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത് ചിലപ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. ഒരു നിരീക്ഷണമാണ്. ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാൾ, ഇത് BJP തന്നെ സൃഷ്ടിച്ചു വിട്ട ഒരു ഭൂതമാണെന്നും ഡൽഹിയിൽ ചിരപ്രതിഷ്ഠ നേടിയ കോൺഗ്രസ് സർക്കാരിനെ ഇളക്കിവിടാൻ അത് പ്രയോഗിക്കപ്പെട്ടു എന്നും ആ കർമ്മം നിർവഹിച്ചു ഡൽഹി മണ്ണ് പാകപ്പെടുത്തി കൊടുത്തു BJPക്ക് ജയിക്കുവാനായി BJP അധികാരം പിടിച്ചു. പഞ്ചാബിലേക്കും ആം ആദ്മി പാർട്ടി എന്ന ഭൂതത്തെ തുറന്നു വിട്ടിരുന്നു. അവിടെയും കോൺഗ്രസിൻ്റെ അടിവേരിളക്കി അവർ വളർന്നു കയറി. അവിടെ നിന്നും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൂട്ടത്തോടെ നേതാക്കൾ BJPയിലേക്ക് വരുന്നതാണ്. അപ്പോൾ BJP തന്നെ വളർത്തിവിട്ട ഒരു ടീമാണ്, അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ കരങ്ങളാൽ, അവരുടെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ടീമാണ് ആം ആദ്മി പാർട്ടി. അതുപോലെ തന്നെ ഒരു ടീമാണ് TVK എന്നും പറയുന്നു. തമിഴ്നാട് പിടിക്കുവാൻ സ്റ്റാലിനെ ഇളക്കി വിട്ടു TVKയുടെ കരുത്തുറ്റ നീക്കത്തിലൂടെ ഉയർന്നു വന്ന കൊടുങ്കാറ്റ്. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ BJP വളർത്തിയതല്ല. അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ ഒരു ശക്തി അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ പ്രഭയിൽ ഏതാണ്ട് ഡൽഹിയിലെ പ്രശ്നങ്ങളെല്ലാം പിന്നെ മുന്നോട്ട് വയ്ക്കുകയും ജനങ്ങൾ അതിൽ ഇളകി നിൽക്കുകയും BJP അടക്കം ആ സമരത്തിൽ പങ്കെടുത്തതാണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എൻകാഷ് ചെയ്യാൻ വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്ന കെജ്രിവാളിന് കഴിഞ്ഞു. അദ്ദേഹം ആദ്യത്തെ തവണ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല, കോൺഗ്രസുമായി ചേർന്നു. രണ്ടാമത്തെ തവണ അദ്ദേഹം പൂർണ്ണമായും 70 67 സീറ്റ്, 3 സീറ്റ് മാത്രമാണ് BJPക്ക് അന്ന് കിട്ടിയത്. ബാക്കി മുഴുവൻ അവർ പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. അതിനുശേഷം പിന്നെ ഈ ചൈത്രയാത്ര തുറന്നു. അപ്പോൾ BJP ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, കോൺഗ്രസിനെ ഇവിടെ ശൂന്യമാക്കി. അതുപോലെ തന്നെ കുറച്ചുകൂടെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വേണമെങ്കിൽ ഹിമാചലിലായിക്കോട്ടെ, വേണമെങ്കിൽ പിന്നെ പഞ്ചാബിലായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഇദ്ദേഹം ചെന്ന് പുലിമടയിൽ ചെന്ന് പുലിയെ പിടിക്കാമെന്ന് പറഞ്ഞ് ഗുജറാത്തിൽ ചെന്ന് ചാടിക്കൊടുത്തു. അപ്പോൾ അവിടെ 3-4 സീറ്റുകൾ കിട്ടി. 50ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മനസ്സിലായി, ഇനി ഇത് വിട്ടാൽ പറ്റില്ല. നമ്മൾ എലിയെ പിടിക്കാൻ വിട്ട പൂച്ച ഇപ്പം നമ്മളെ തന്നെ പിടിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പൂച്ചയെ ഒരു ഞെക്കിന് കിയോ എന്ന് വിളിച്ച് തീർക്കണം എന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം നടന്നത്. ഇപ്പോൾ അത് തീർന്നു. ഇനി അത് പൊങ്ങില്ല, രക്ഷപ്പെടില്ല. ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. തമിഴ്നാട്ടിൽ വിജയെ വളർത്തിയതല്ല, അവരിങ്ങനെ നോക്കി നിൽക്കും. ഏതെങ്കിലുമൊക്കെ വളർന്നു വരും. ആ വളർന്നു വരുന്നതിനെ അവർ ചുറ്റിക്കയറി പിടിക്കും. ഒന്നുകിൽ അത് മറ്റു ചിലതിനെ നശിപ്പിക്കുന്നതിനായിട്ട് അവർ കാത്തിരിക്കും. കാത്തിരുന്ന് കഴിഞ്ഞ് അത് നശിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ നാശത്തിനായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഭംഗിയായിട്ട് അറിയാം. നിതിൻ നബീൻ ഇപ്പോൾ അതിൻ്റെ വേറൊരു എക്സ്പെർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് അധികം താമസിയാതെ സൗത്ത് ഇന്ത്യയും അവർ കീഴടക്കും. ബംഗാൾ പിടിച്ച BJP ആ ഒരു ബെൽറ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര, ബീഹാർ, ബംഗാൾ, അസം, ഒഡീഷ. ഇനിയിപ്പോൾ ഏതാനും കുറച്ച് പ്രദേശങ്ങൾ കൂടി മാത്രം മതി. ഇനി അവരുടെ ശ്രദ്ധ തെക്കേ ഇന്ത്യ ആയിരിക്കും. തെക്കേ ഇന്ത്യയും പിടിച്ചടക്കും BJP. അമിത്ഷായും നരേന്ദ്രമോദിയും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ്. TVK അവർക്ക് മുന്നിൽ വഴിവെട്ടി പോവുകയാണ്.
ഏറ്റവും അത്ഭുതകരമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത് TVK ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. മറ്റൊന്ന്, TVK തമിഴ്നാട്ടിൽ നേടിയ വിജയം ഒട്ടേറെ പേരുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടുള്ള ഒരു തേരോട്ടത്തിനൊടുവിലാണ് ആ വിജയം നേടിയത് എന്നുള്ളതാണ്. ആരും പ്രതീക്ഷിക്കാത്ത വിജയം. രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിജയ് ഒരു സിനിമാ സ്റ്റൈലിൽ ഉള്ള ഒരു വിജയ കുതിപ്പാണ് തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കുവാൻ, വിജയ്ക്ക് സമാധാനത്തോടെ ഭരണചക്രം തിരിക്കുവാൻ ആരായിരിക്കും ആ ബാക്കിയുള്ള 10 സീറ്റിൻ്റെ പിന്തുണ നൽകി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. കാത്തിരിക്കാം നമുക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ക്ലൈമാക്സിനായി. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.